ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല ഈസി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ പാർട്ടിയിൽ ഉണ്ടാക്കാനും ഒരു ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കല്ലേ ഫസ്റ്റ് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് കുതിരാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പാക്കറ്റ് പാലില്ലേ, 2 കപ്പ് 1/2 ലിറ്റർ പാല്, അത് നമുക്ക് ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വനില എസൻസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് പാൽപ്പൊടി, ഇതെല്ലാം അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ചൂടായതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നല്ല പാങ്ങല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ പാൽപ്പൊടിയെല്ലാം നല്ല പാങ്ങല ഒന്ന് മിക്സ് ആക്കിയിട്ട് കട്ടൊന്നുമില്ലാതെ വരണം, ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നീളം ചൂടാകുമ്പോൾ നല്ല മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഇത് നല്ല പാലിൻ്റെ പൊടിയെല്ലാം ഇത് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കുന്ന സമയത്ത് അല്ലേ നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കുറച്ച് പണിയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇതാക്കില്ല, ഹൈ ഫ്ലെയിമിലെല്ലാം ഇട്ടങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ചൈന ഗ്രാസ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാര ഇതാ കാരമലൈസ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റീന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോണ്ടാലിട്ട് കരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും, പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ചൈന ഗ്രാസ് ഇപ്പോൾ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. പിന്നെ നമ്മളെ ഷുഗറും അങ്ങനെ ഇതായിട്ട് കാരമലൈസ് ആയിക്കൊണ്ട് വരുന്നുണ്ട്, എല്ലാം മെൽറ്റായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കല്ലേ നല്ല ചൂടായ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വേറെ ഒരടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചൂടായ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ നോക്കണം, അത് പൊന്തിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാനിലേക്ക് തന്നെ ഒഴിച്ചത്, അപ്പോൾ പാന് മാറ്റേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് പൊന്തിയിട്ട് വരുന്നു. അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് തന്നെ ഇതിനെ ഒന്ന് മെൽറ്റായിട്ടാകുമ്പോൾ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് തന്നെ മാറ്റി, എനിക്കിത് നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് തന്നെ ചൂടായ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് ആ പീസെല്ലാം ഉണ്ട് നല്ല മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചെറിയൊരു പീസ് ഷുഗർ കാരമലൈസ് ചെയ്തത് ഒന്ന് മെൽറ്റാവാനുണ്ട്, അത് ഇതിലേക്ക് നല്ല ചൂടായിട്ടാകുമ്പോൾ മെൽറ്റായിക്കോളും. പിന്നെ ചൈന ഗ്രാസ് തന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ പുഡിങ് ഇപ്പോൾ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഈസിയൊക്കെ, വലിയ പൈസ ആവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല വലിയ വിലൻ്റെ ഇതെല്ലാം എന്തെല്ലാം മേങ്ങിയിട്ട് പുഡിങ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഗസ്റ്റെല്ലാം പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കുന്നതല്ല, എൻ്റെ വീഡിയോ മിസ്സായിപ്പോയിന്. ഞാൻ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ അത് ഓണാക്കിയിട്ട് വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെയായി. അപ്പോൾ ഇത് നമുക്കിനി ഒഴിച്ചു കൊടുത്തത് കാണിക്കാം. അപ്പോൾ ഇത് ഒന്ന് സെറ്റായിട്ട് വരും. ആ മുകളിലൊരു പാട പോലെ വരുന്നില്ലേ, ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടത് നമ്മളെ കടലയില്ലേ, അത് നരക്കട്ടില പീനട്ട്, അതിനെ ഞാൻ ഒന്ന് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വലിയ ചിലവില്ലല്ലോ. അപ്പോൾ കാഷ്യൂനട്ടൊന്നും എല്ലാവരുടെ പുരയിലില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഈസിയിൽ നല്ല ചിലവില്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് 2-3 മണിക്കൂർ നല്ല പാങ്ങല ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് തിന്നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കാരമലൈസ് ഇതാക്കിയിട്ട് ഇങ്ങനെ പുഡിങ് ആക്കിയിട്ട് വലിയ ചിലവുമില്ല, പാലും പഞ്ചസാരയും ചൈന ഗ്രാസ്. പിന്നെ അതിൽ മുകളിലേക്ക് ഡെക്കറേഷൻ നമുക്ക് എന്ത് ഇഷ്ടമുള്ളത് ഇടാം. അപ്പോൾ ഞാൻ പീനട്ട്, ചിലവില്ലാത്ത പീനട്ട് ഇതാക്കിയിട്ട് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.